ശ്രീത്ത് അങ്ങനെയുണ്ട്. മാത്രമല്ല ജഗദാംബിക പാൽ JPC-യുടെ ചെയർപേഴ്സൺ തന്നെ ഇക്കാര്യത്തിൽ കൂടുതലും മെൻഷൻ ചെയ്തിട്ടുള്ളത്, അദ്ദേഹം സംസാരിച്ചിടത്തോളം പറഞ്ഞ കാര്യങ്ങൾ സർക്കാരുകളും വഖഫ് ബോർഡും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചാണ് കൂടുതലും. അതിൽ ഈ സ്വകാര്യ ഭൂമികളുടെ കാര്യം അധികമായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അല്ല, നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ഭൂമി വഖഫ് ക്ലെയിം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് പ്രോപ്പർട്ടി റിക്കവർ ചെയ്യാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് JPC-യുടെ ഭേദഗതി ഇല്ലാതെ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിലുണ്ട്. അപ്പോൾ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇവിടെ നമ്മൾ പറയുന്നത് ഏതാണ്ട് 9.7 ലക്ഷം ഏക്കറിൻ്റെ കാര്യമാണ്. അപ്പോൾ അത്രയും കാര്യത്തിൽ കുറേയധികം ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻജസ്റ്റിസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലൊരു പരിഷ്കാരം കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടില്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് സർക്കാരിന് മാത്രമാവില്ല ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഫൈൻ പ്രിന്റ് കിട്ടിയെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യമായിട്ട് അറിയുകയുള്ളൂ. പക്ഷേ മനസ്സിലാക്കുന്നിടത്തോളം 10% ഭൂമി മാത്രമേ അങ്ങനെയാണെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ട് കയ്യിലുള്ളൂ എന്നും 90% ഇപ്പോഴും അങ്ങനെയല്ല എന്നും, അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമുണ്ട് എന്നുമാണ്. ഇനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവർ രജിസ്റ്ററിൽ എഴുതി എന്നതുകൊണ്ട് മാത്രം ആ രജിസ്ട്രേഷൻ ആ രീതിയിലത്തേക്ക് സാധുതയുള്ളതായിട്ട് പരിഗണിക്കാനും പറ്റില്ല. കാരണം അത് നമ്മുടെ നാട്ടിലെ സിവിൽ നിയമത്തിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് അവർക്ക് വഖഫ് ചെയ്ത് കിട്ടിയിരിക്കുന്ന പ്രോപ്പർട്ടി ആയിരിക്കണം രജിസ്റ്ററിൽ ചേർക്കുന്നത്. പക്ഷേ വഖഫ് ചെയ്തു എന്ന് പറയുന്ന സിദ്ദിഖ് സേട്ടും ഒക്കെ ഉള്ള കാലം ഏതാണ്? അതിനിടയ്ക്ക് ആ ഭൂമി ക്രയവിക്രയം നടത്തിയിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ ആൾക്കാർക്ക് അവിടെ ആധാരം കിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ ആൾക്കാർക്ക് അരമടച്ചിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ കൂടി അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും പരിഗണിക്കണം. അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭേദഗതികളുടെ അടിസ്ഥാനത്തിൽ മുനമ്പം ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു വിഷയം. രണ്ട്, അല്പം മുമ്പ് ശ്രീ ജിൻഡോ പറഞ്ഞ ഒരു വാദമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ സിവിൽ കോടതികളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ കാലതാമസമാണ്. ആ കാലതാമസത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നുണ്ട് ട്രിബ്യൂണൽ എന്ന്. എത്ര അപഹാസ്യമായിട്ടുള്ള ഒരു വാദമാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ഒരു വസ്തു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വസ്തു തർക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നത് സിവിൽ കോടതികളിലാണ്. അപ്പോൾ സിവിൽ കോടതികളിൽ കാലതാമസം ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വഖഫ് ട്രിബ്യൂണൽ കൊണ്ടുവന്നു. ഇവിടെ മോട്ടോർ വാഹന ട്രിബ്യൂണൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇതിനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ അതിൽ മതപണ്ഡിതനായിട്ടുള്ള ഒരാൾ ഉണ്ടാകണമെന്നാണ്. മോട്ടോർ വാഹന വകുപ്പിൽ ഏതെങ്കിലും മതപണ്ഡിതനുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു നിയമത്തിനെക്കുറിച്ച്, ഒരു സിവിലായിട്ടുള്ള ഡിസ്പ്യൂട്ടിനെ പറ്റി തീരുമാനമെടുക്കുന്ന സമയത്ത് അതിൽ ഈ മുസ്ലിം ജൂറിസ്പ്രൂഡൻസ് എല്ലാം അറിയുന്ന ഒരാൾ ഉണ്ടായിരിക്കണം എന്ന രീതിയിലത്തേക്ക് വന്നാൽ അതിന് സെക്യുലർ സ്വഭാവം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഇതിൻ്റെ അപ്പീലിൻ്റെ കാര്യം. വേണമെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകാമല്ലോ എന്ന്. നമുക്ക് വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം നമുക്ക് സുപ്രീം കോടതിയിലും പോകാമല്ലോ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോകാമല്ലോ. അങ്ങനെയാണോ അതിൻ്റെ ചെലവും മെനക്കേടും? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ താങ്കൾ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെച്ച് തന്നെ ഞാൻ അതിൻ്റെ വാദം ഉന്നയിച്ചത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും വസ്തുതർക്കമുണ്ടെങ്കിൽ അത് സിവിൽ കോടതികളിലാണ് റൺ ചെയ്യുന്നത്. അവിടെ ദേവസ്വം ബോർഡ് കേവലം വന്ന് പറയുകയല്ല, ദാ ഈ ഭൂമി എൻ്റേതാണ്, നിങ്ങൾ വേണമെങ്കിൽ രേഖയും കൊണ്ട് വരിക എന്ന്. അങ്ങനെയല്ല. കോടതി അവിടെ ചോദിക്കും, നിങ്ങൾക്കിത് നിങ്ങളുടേതാണെന്ന് പറയാനുള്ള രേഖ എന്താണ്, ആധാരം എവിടെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ കാലതാമസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കേസിലും ഉണ്ട്. സിവിൽ മാത്രമല്ല, ക്രിമിനൽ കേസുകളിൽ വരെ മുസ്ലിം കേന്ദ്രീകൃതം എന്ന രീതിയിൽ നിന്ന് മാറുകയാണ് ഇപ്പോൾ ഈ വഖഫ് നിയമം പൊളിച്ചെഴുതുന്ന സമയത്ത്, അല്ലേ ജിൻഡോ? ഞാൻ കേട്ടില്ല മഞ്ജുഷ. ജിൻഡോ, ശ്രീത്ത് പറഞ്ഞല്ലോ മറുപടി. ശ്രീത്ത് താങ്കൾ പറഞ്ഞതിനെ ഖണ്ഡിക്കുകയാണ് ഇവിടെ ചെയ്തത്. അല്ല മഞ്ജുഷ, അതിലൊരു കാര്യം, ഇതിൽ വഖഫ് ട്രിബ്യൂണലിൽ മുസ്ലിം നിയമപണ്ഡിതൻ ഉണ്ടാകണം എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വഖഫ് എന്താണ്? മുസ്ലിം മതവിശ്വാസികൾ അവരുടെ വിശ്വാസപരമായിട്ട് അവർ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിനോ സംഘടനകൾക്കോ കൊടുക്കുന്നല്ലോ. വിശ്വാസത്തിൽ തന്നെ പല വിശ്വസിക്കുന്നത് പല അല്ല ഞാൻ പറയട്ടെ, പല ധാരകളുണ്ട്. അപ്പോൾ അങ്ങനെ പലതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ അല്ല ശ്രീജിത്തെ, ഞാൻ പറയട്ടെ ഇത് വഖഫ് അല്ലേ? വഖഫ് എന്ന് പറഞ്ഞാൽ അവരവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് സംഭാവന ചെയ്യുന്ന വിഷയമാകുമ്പോൾ അതിൽ തർക്കമുണ്ടാകുമ്പോൾ ഇത് നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കമല്ല. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ തമ്മിലുള്ള തർക്കമുണ്ട്. ശ്രീജിത്തിന്റെ തെറ്റിദ്ധാരണയാണ്. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളിൽ മുസ്ലിം മതവിശ്വാസികളും തർക്കത്തിലുണ്ട്. ശ്രീജിത്തിന് അതിനെ അറിവില്ലാഞ്ഞിട്ടുള്ള പറയട്ടെ ശ്രീജിത്തെ പറയട്ടെ, ഇടപെടല്ലേ. മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട പലരും വഖഫ് ഭൂമിയിൽ തർക്കം ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും അങ്ങനെയുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് പരിശോധിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരവരുടെ വിശ്വാസത്തിന് കൊടുക്കുന്ന ഭൂമിയെ കുറിച്ച് പഠിക്കുമ്പോൾ അത്തരം
അല്ല പറയട്ടെ ഇത് സിവിൽ ഡിസ്പ്യൂട്ട് ആണ് എന്നൊരു ബോധ്യമുണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ, രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ, ഇത്രയും കിരാതമായ ഒരു നിയമമായിരുന്നെങ്കിൽ അല്ല പറയട്ടെ ശ്രീത്തെ ഞാൻ പറയട്ടെ ശ്രീത്തെ ഇടപെടല്ലേ ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞതിനുള്ള മറുപടി ഇത് വഖഫ് അവരുടെ വിശ്വാസ പ്രകാരം അവർ കൊടുക്കുന്ന ഭൂമിയിലുള്ള തർക്കം പരിഹരിക്കാൻ ആ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി വേണം. കാരണം പല ആളുകളും അതിനുശേഷം എന്നാൽ ആ മതവിശ്വാസത്തിലുള്ള ആൾക്കാരുടെ ഭൂമിയായിരിക്കണം എടുത്തിരിക്കുന്നത്. ഇത് അങ്ങനെയല്ല, സെക്യുലർ ആണ്, പലരുമായിട്ടുള്ള പ്രശ്നമാണ്. സെക്യുലർ നിയമമാണ് ഉണ്ടാവേണ്ടത്. അത് ശരിയല്ല. അല്ലല്ലോ ശ്രീജിത്ത്, ഇത് ആരുടെ ഭൂമി എടുത്തെന്നാ പറയാ? അവരവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് അവർ ഏതെങ്കിലും സംഘടനകൾക്ക് സംഭാവന ചെയ്യുന്ന വിശ്വാസത്തിന്റെ പുറത്ത് സംഭാവന ചെയ്യുന്ന ഭൂമിയാ. ആരുടെ ഭൂമിയെ പിടിച്ചെടുക്കുന്നത്? ഈ വഖഫിനെ എഴുതി കൊടുത്ത് വഖഫ് ചെയ്തിട്ടുള്ള ഭൂമിയാണ് പലരും, സ്വകാര്യ വ്യക്തികളും പല സംവിധാനങ്ങളും പല കോർപ്പറേറ്റ് ഹൗസുകളും ഒക്കെ കയ്യേറിയിട്ടുള്ളത് വഖഫിന് കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. അല്ലാതെ വഖഫ് ആരുടെ ഭൂമി എൻക്രോച്ച് ചെയ്യുന്നില്ല. വഖഫ് എവിടെയെങ്കിലും എൻക്രോച്ച് ചെയ്യുന്നുണ്ടോ? സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റു പല ബിസിനസ് ഹൗസുകളുമാണ് വഖഫ് ചെയ്തിട്ടുള്ള ഭൂമി എൻക്രോച്ച് ചെയ്യുന്നത്. മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാ. ഇനി ഞാൻ 1969 രജിസ്റ്റർ ചെയ്ത സാധുജന പരിപാലന സംഘത്തിന്റെ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിങ്ങളുടെ പരിഹാരം അതുകൂടി ഒന്ന് പറയൂ. സാധുജന പരിപാലന സംഘത്തിന്റെ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ലെയിം ചെയ്യുന്നില്ലേ, അതിന് മറുപടി പറയൂ. സിവിൽ കോടതിയിൽ നിങ്ങൾക്ക് പോകാം. ഭൂരിപക്ഷം ഹിന്ദു ഭൂരിപക്ഷം മുസ്ലിമാണെന്ന് പറഞ്ഞ് ഈ നാട്ടിലുള്ള ഹിന്ദു സന്യാസിമാരെയും അയോധ്യ രാമജന്മഭൂമിയുടെ കേസിന്റെ ന്യായമൊന്നും ശ്രീത്ത പറയണ്ട. അത് ഈ രാജ്യത്തുള്ള ആളുകളൊക്കെ എന്തായാലും ഈ JPC കടന്ന വഖഫ് ഭേദഗതി അതിന്റെ കൂടുതൽ വിവരങ്ങൾ നാളെയോടുകൂടി ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും വഖഫ് ഭേദഗതി ബിൽ അത് നിയമമാകാൻ പോവുകയാണ്. വഖഫ് നിയമത്തിൽ പൊളിച്ചെഴുത്താണ് ഇതിലൂടെ വരാൻ പോകുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ടതാണോ? അതെ എന്ന് 64%, പ്രേക്ഷകർ അല്ല എന്ന് 32%.